മോദി അമേരിക്കയിലെത്തി മൈപ്രണ്ട് ട്രംപിനെ സന്ദർശിച്ചതിനു ശേഷം തെരുതെരെയാണ് ഇന്ത്യക്കാരെ മിലിറ്ററി ഫ്ലൈറ്റിൽ ചങ്ങലക്കിട്ട് ട്രംപ് കയറ്റി അയക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അമേരിക്കയുടെ 2 മിലിറ്ററി ഫ്ലൈറ്റ് ആണ് ചങ്ങലക്കിട്ട് കൂച്ചിക്കെട്ടിയ അനധികൃത കുടിയേറ്റക്കാരുമായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വൻ വിജയത്തിന്റെ തെളിവാണ് ഇതെന്ന് പറയാതെ വയ്യ. 116 ഇന്ത്യക്കാരുമായി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമുള്ള ആദ്യത്തെ മിലിറ്ററി ഫ്ലൈറ്റ് 15-ാം തീയതിയാണ് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്. പതിവ് പോലെ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ തന്നെയാണ് ഈ ഫ്ലൈറ്റും മോദി സർക്കാർ ഇറക്കാൻ അനുമതി നൽകിയത്. ആദ്യ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിറക്കിയ ഇന്ത്യക്കാരെ കൈയും കാലും ബന്ധിച്ച് കൂച്ചിക്കെട്ടി നാട് കടത്തിയതിൽ ഇന്ത്യയിൽ വളരെയേറെ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ലേസർ കണ്ണുള്ള വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞത് അതിലൊരു കുഴപ്പവുമില്ല, അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ തീവ്രവാദികളെ പോലെ ദേഹം മൊത്തം ചങ്ങലയ്ക്ക് ബന്ധിച്ച് കൊണ്ടുവരാനുള്ള നിയമമുണ്ട് എന്നാണ്. അന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ ചങ്ങലക്കിട്ട് ബന്ധിച്ചാണ് ട്രംപ് നാട് കടത്തിയത്. അങ്ങനെ വലിയ നാണക്കേട് ഉണ്ടായപ്പോൾ ഇതേക്കുറിച്ച് അമേരിക്കയോട് സംസാരിക്കുമെന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് മോദി മൈപ്രണ്ടിനെ കാണാൻ പോയത്. എന്നാൽ മൈപ്രണ്ടിന് മുന്നിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള നെഞ്ചുറപ്പ് മോദിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ 2ാമത്തെ ഫ്ലൈറ്റിലും നാട് കടത്തിയവരെയും കൈകളും കാലുകളും ബന്ധിച്ച് നാട് കടത്താനുള്ള കാരണം. ഇവിടെ മാതൃഭൂമിയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നാട് കടത്തപ്പെട്ട ആൾ പറഞ്ഞത് കൈകളും കാലുകളും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാണ് അവരെ കയറ്റിവിട്ടത് എന്നാണ്. ദ ഹിന്ദുവിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ അതിലും നിന്ദനീയമായ കാര്യമാണ് സിഖുകാരെ അവരുടെ തലപ്പാവ് എടുത്തു കളഞ്ഞിട്ടാണ് ഈ മിലിറ്ററി ഫ്ലൈറ്റിൽ കയറ്റിവിട്ടത് എന്നുള്ളത്. സിഖുകാർ വളരെ പവിത്രമായി കാണുന്ന കാര്യമാണ് അവരുടെ തലപ്പാവ് ധരിക്കാനുള്ള അവകാശം. അവരുടെ തലപ്പാവ് എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഗോദി മീഡിയ ആജ് തക്കിന്റെ ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് സിഖുകാരുടെ തലപ്പാവ് അവർ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നാണ്. അത്രയേറെ അപമാനിച്ചാണ് അവരെ കയറ്റിവിട്ടത്. ഗോദി മീഡിയ ഇന്ത്യൻ എക്സ്പ്രസിൽ പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ ബാച്ചായി കയറ്റിവിട്ട ആളുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും ചങ്ങലക്കിട്ടില്ല എന്ന ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ്. പതിവ് പോലെ ഈ 2ാമത്തെ ബാച്ചിലും വലിയൊരു ശതമാനം മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരുകൾ ഭരിക്കുന്ന ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു. 3ാമത്തെ ബാച്ച് 16-ാം തീയതിയാണ് ലാൻഡ് ചെയ്തത്. 112 പേരാണ് ഈ 3ാമത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. ഈ 112 പേരിൽ 81 പേരും നോൺ ബയോളജിക്കൽ ട്രബിൾ എഞ്ചിൻ സർക്കാരുകളുടെ സംസ്ഥാനങ്ങളായ ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അതിൽ 44 പേർ ഹരിയാനയിൽ നിന്നും 33 പേർ ഗുജറാത്തിൽ നിന്നും ഉള്ളവർ. അങ്ങനെ ഇതുവരെ 332 ഇന്ത്യക്കാരെയാണ് ട്രംപ് കയറ്റിവിട്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആൾ പറഞ്ഞത് പ്രകാരം 3ാമത്തെ ബാച്ചിൽ സ്ത്രീകളെയും കൈകാലുകൾ ബന്ധിച്ചാണ് നാട് കടത്തിയത് എന്നാണ്. എന്തുകൊണ്ടാണ് മോദി മൈപ്രണ്ടിനെ ചെന്ന് കണ്ട് ഇതുപോലെ പുകഴ്ത്തിയതിനു ശേഷവും ദിനം പ്രതി അമേരിക്കയുടെ മിലിറ്ററി ഫ്ലൈറ്റ് കൈകാലുകൾ ബന്ധിച്ച് ഇന്ത്യക്കാരെയുമായി ഇന്ത്യൻ മണ്ണിൽ ലാൻഡ് ചെയ്യുന്നത്? സാധാരണയായി ഒരു രാജ്യവും മിലിറ്ററി ഫ്ലൈറ്റുകൾ തങ്ങളുടെ രാജ്യത്ത് ലാൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതിനു മുൻപ് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഒരേ ഒരു പ്രാവശ്യമാണ് ഒരു അമേരിക്കൻ മിലിറ്ററി ഫ്ലൈറ്റ് ഇന്ത്യൻ മണ്ണിൽ ലാൻഡ് ചെയ്തത്. അത് ഇന്ധനം നിറയ്ക്കാൻ അത്യാവശ്യമായി ഉള്ള അനുമതി മാത്രമായിരുന്നു. എന്നാൽ നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ കീഴിൽ ദിനം പ്രതിയാണ് സാധാരണ ഇന്ത്യൻ പൗരന്മാരെയുമായി അമേരിക്കയുടെ മിലിറ്ററി ഫ്ലൈറ്റ് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത്. അതും കൈകാലുകൾ ബന്ധിച്ച് വലിയ കുറ്റവാളികളെ പോലെ നിന്ദ്യമായ രീതിയിൽ. ഒരു വിഭാഗം വിവേകമില്ലാത്ത, തലച്ചോറില്ലാത്ത മന്ദഭക്തർ കാരണം ഇന്ത്യ എന്ന രാജ്യം ഓരോ ദിവസവും ആത്മാഭിമാനം നഷ്ടപ്പെട്ട് തല താഴ്ത്തുകയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോയത്? ഇവരെ മാന്യമായി ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ കൈകാലുകൾ ബന്ധിക്കാതെ മനുഷ്യരെ പോലെ തിരിച്ചു കൊണ്ടുവരാൻ പോലും നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ എന്തു പറയുവാനാണ്?